വെൽക്കം ടു ലേണിംഗ് ഫോർ ഓൾ. ലേണിംഗ് ടുഡേ, ലീഡിംഗ് ടുമോറോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ കൺസെപ്റ്റുമായിട്ടാണ്. എന്തിനാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് പറഞ്ഞുതരാം. എക്സാമ്പിളിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കുഞ്ഞു മക്കൾക്ക് ഏറ്റവും ഇഷ്ടം, അവർക്ക് മനസ്സിലാവുന്നു. അപ്പൊ എക്സാമ്പിളിലേക്ക് പോവാം. ഈ പിക്ചറിലേക്ക് നോക്കിയേ, 5 ബോക്സ് ഉണ്ട് അല്ലെ? ഈ 5 ബോക്സിലും 3 ആപ്പിൾസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടലായിട്ട് എത്ര ആപ്പിൾ ഉണ്ട്? 1 2 3 അല്ലെ? നിങ്ങൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാണ്. അപ്പൊ ആദ്യം 3 ഉണ്ട്, ഈ ബോക്സിൽ 3, നെക്സ്റ്റ് ബോക്സിൽ 3, തേർഡ് ബോക്സിൽ 3, ഫോർത്ത് ബോക്സിലും 3, ഫിഫ്ത്ത് ബോക്സിലും 3. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആപ്പിൾ കിട്ടും? 15 ആപ്പിൾ. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അഡീഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കേഷൻ. റിപ്പിറ്റേറ്റീവ് അഡീഷനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ 5 ബോക്സ് ഉണ്ടായിരുന്നു, 3 ആപ്പിൾസ് ഇൻ ഈച്ച് ബോക്സ് ആയിരുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 ചെയ്തു. ടോട്ടൽ നമ്പർ എത്ര കിട്ടി? 15 അല്ലേ? അപ്പൊ റിപ്പീറ്റീവ് അഡീഷനെയാണ് നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. ഇതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 5 ടൈംസ് 3 ഈക്വൽ ടു 15. ഞാൻ 5 ടൈംസ് 3 ആഡ് ചെയ്തു. അപ്പൊ 5 ടൈംസ് 3 ഈക്വൽ ടു 15. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാൻ നമുക്ക്? 5 ടൈംസ് 3 അല്ലെങ്കിൽ 5 മൾട്ടിപ്ലൈഡ് ബൈ 3 അല്ലെങ്കിൽ 5 3s ആർ 15. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 5 മൾട്ടിപ്ലൈഡ് ബൈ 3 ഈക്വൽ ടു 15. ഇനി നമുക്ക് ഇതിന്റെ ടേംസും ഇതിന് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നും പറഞ്ഞുതരാം. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയും 3. സെക്കൻഡ് ഫാക്ടർ 15ന്റെ ഫാക്ടേഴ്സ് ആണ് 5ഉം 3ഉം. 15 പ്രൊഡക്റ്റ്. 15 എന്ന പ്രൊഡക്റ്റിന്റെ ഫാക്ടേഴ്സ് ആണ് 5ഉം 3ഉം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി ഞാൻ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന പറയാം. 5 മൾട്ടിപ്ലൈഡ് ബൈ 3 ഈക്വൽ ടു 15. 5 is the first factor, 3 is the second factor. ഈ സൈൻ ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന സൈൻ. 15 is the product. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ടേംസ് പറഞ്ഞുതരാം. 15 നമ്മൾ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. 5നെയും 3നെയും എന്താണ് പറയുന്നത് പറഞ്ഞുതരാം. ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ നമ്മൾ ഫസ്റ്റ് ഫാക്ടർ, സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ടേംസ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ. 5നെ നമ്മൾ മൾട്ടിപ്ലിക്കന്റ് എന്ന് പറയും, അതായത് നമ്പർ ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ അനദർ നമ്പർ. 3നെ നമ്മൾ പറയുന്നതാണ് മൾട്ടിപ്ലയർ. ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ മൾട്ടിപ്ലിക്കന്റ് എന്നും, ഏത് നമ്പർ വെച്ചിട്ടാണോ ഫസ്റ്റ് ഫാക്ടറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ മൾട്ടിപ്ലയർ എന്നും പറയും. 15 ആണ് പ്രൊഡക്റ്റ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. 5 മൾട്ടിപ്ലിക്കന്റ്, 3 മൾട്ടിപ്ലയർ, 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ്. ടേംസ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയില്ലേ? 5നെ 3നെ ഫാക്ടേഴ്സ് എന്ന് പറയും. ഇനി വേസ് ടു റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഹൊറിസോണ്ടൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഹൊറിസോണ്ടൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മോർ എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ആ എക്സാമ്പിൾ കൂടി ആവുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇവിടെ എത്ര ബേർഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. എത്ര കേജ് ഉണ്ട്? 4 കേജ് ഉണ്ട്. ഒരു കേജിൽ 2 ബേർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് എത്രയാണ്? 1 2 3. കൗണ്ട് ചെയ്യാണോ? ഇനി കൗണ്ട് ചെയ്യരുത്, കൺസെപ്റ്റ് യൂസ് ചെയ്യുക. നമ്പർ ഓഫ് കേജസ് ഈക്വൽ ടു 4. ഒരു കേജിൽ എത്ര ബേർഡ്സ് ഉണ്ട്? 2. അപ്പോൾ ഈച്ച് കേജ് ഹാസ് 2 ബേർഡ്സ് അല്ലെ? അപ്പൊ 2 ബേർഡ്സ് ഉണ്ട് ഈക്വൽ ടു 2. അപ്പൊ ടോട്ടൽ നമ്പർ എങ്ങനെ കാണും? 4 times 2. Total number of birds equal to 4 multiplied by 2. Clear ആയില്ലേ? നമ്പർ ഓഫ് കേജ് 4 കേജ് ഉണ്ട്. ഒരു കേജിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 multiplied by 2. 4 times 2 equal to 8.
ഇപ്പൊ ക്ലിയർ ആയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ കൺസെപ്റ്റ് ക്ലിയർ ആയി, കൺസെപ്റ്റിന്റെ ഒപ്പം തന്നെ ടേംസ് ക്ലിയർ ആയി, എന്താണ് ഫാക്ടേഴ്സ് എന്നും പ്രൊഡക്റ്റ് എന്താണെന്നും ക്ലിയർ ആയി. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. അത് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്